ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പാൽക്കപ്പ അല്ലേ? പാൽക്കപ്പയ്ക്ക് രുചി എങ്ങനെ കൂട്ടാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പില്ലാത്ത കപ്പ വേണം അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ കപ്പയോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം, എന്നാലേ അതിൻ്റെ പശയൊക്കെ പോവുള്ളൂ. അല്ലെങ്കിൽ കപ്പയ്ക്ക് കയ്പുണ്ടാകും. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകണം. ഇതുപോലെ വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കിട്ടണം, അതുപോലെ കഴുകണം. ഇനി നമുക്ക് കപ്പ വേവിക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കപ്പ മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം, എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി കപ്പ കുക്കറിൽ വെച്ച് വേവിക്കേണ്ടവർക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ 2 വിസിൽ കൂടുതൽ വരരുത്, അതിന് മുമ്പേ വാങ്ങണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ചില കപ്പയൊക്കെ പെട്ടെന്ന് വേവും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കണം കപ്പ വെന്തോന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്, എന്നാൽ നമ്മളൊന്ന് ഉടച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു കിട്ടുകയും വേണം. ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൽ വീണ്ടും വേവിക്കാനുള്ളതാണ്. ഇനി നമുക്ക് എന്നാൽ കപ്പ കോരിയെടുക്കാം. ഇതിപ്പോൾ കപ്പയെല്ലാം കോരി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകിയെടുത്ത് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം. കോരിയെടുത്ത കപ്പ ഞാനൊരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കപ്പയ്ക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉപയോഗിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. കപ്പ അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. കപ്പ നല്ലപോലെ ഉടഞ്ഞു കിട്ടുമെന്ന് തോന്നുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് പതിയെ പതിയെ തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് അങ്ങ് വറ്റിച്ച് കളയരുത്, കാരണം കുറച്ച് കഴിയുമ്പോൾ കപ്പ ഡ്രൈ ആയി പോവും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാൽക്കപ്പയുടെ രുചി കൂട്ടാനായിട്ട് ഈ തേങ്ങ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രുചി കിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് കുറച്ച് ചുമന്നുള്ളിയും വറ്റൽമുളകും വേപ്പില എടുത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കപ്പയിൽ നിന്ന് കൈ എടുക്കാൻ തോന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കാന്താരി മുളക് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും പാത്രം കൂടെ വടിച്ച് കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം വേണമെന്നുള്ളവർക്ക് മീൻ കറി കൂട്ടി കഴിക്കുകയോ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബായ്.